ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഇഫ്താർ ഡ്രിങ്ക് റെസിപ്പിയുമായിട്ടാണ്. ഈ ഒരു ചൂട് സമയത്തും അതുപോലെ തന്നെ നോമ്പ് തുറക്കൊക്കെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഡ്രിങ്ക് റെസിപ്പി തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അതാ ഞാനിവിടെ 3 ചെറുപഴം ഒരു ആപ്പിൾ എടുത്തിട്ടുണ്ട്. ഈ ഒരു ആപ്പിൾ മുഴുവൻ എടുക്കേണ്ട ആവശ്യമില്ല, നമുക്കിതിൻ്റെ പകുതി മതി. 3 ചെറുപഴത്തിന് ഒരു ആപ്പിളിൻ്റെ പകുതിയാണ് ഞാനിവിടെ കണക്കാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി ഈ ചെറുപഴത്തിൻ്റെ തുല്യൊക്കെ ഒന്ന് കളഞ്ഞിട്ട് മിക്സി ജാറിലേക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഈ ഒരു ഡ്രിങ്ക് നിങ്ങൾക്ക് റോബസ്റ്റ് പഴം കൊണ്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അതാ ഞാനിവിടെ പഴമൊക്കെ തൊലി കളഞ്ഞിട്ട് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പകുതി ആപ്പിളും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ആപ്പിളിൻ്റെ പകുതിയാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഇതിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടണമെങ്കിൽ കൂട്ടാട്ടോ. അപ്പോൾ അതാ ഞാനിവിടെ ആപ്പിളൊക്കെ മുറിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 6-7 കാഷ്യൂ നട്ട്സ് ഇത് തലേദിവസം തന്നെ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇട്ട് കൊടുക്കാം. പിന്നെ ഫ്ലേവറിനായിട്ട് ഞാൻ ഇതിലേക്ക് ഏലക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരത്തിന് ഞാനിവിടെ 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാരയ്ക്ക് പകരമായിട്ട് നിങ്ങൾക്ക് ഈത്തപ്പഴമോ തേനോ ഒക്കെ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്കും ചേർത്ത് കൊടുക്കാൻ പറ്റും, അപ്പോഴും നല്ല ടേസ്റ്റി ആയിരിക്കും. പിന്നെ ഇതിലേക്ക് ഞാൻ 1 ഗ്ലാസ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതെല്ലാം നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം. ആപ്പിളിൻ്റെ കഷ്ണങ്ങളൊന്നും ഒട്ടും പാടില്ല കേട്ടോ, നല്ല ഫൈനായിട്ട് തന്നെ അടിച്ചെടുത്ത് കൊണ്ടുവരണം. ഇപ്പോൾ ഇതാ ഞാനിതിവിടെ നല്ല ഫൈനായിട്ട് തന്നെ അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇത്രയും കട്ടിയിലാട്ടോ അടിച്ചെടുത്തിട്ടുള്ളത്. നിങ്ങൾക്കിതിലും ലൂസ് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് പാല് ചേർത്ത് കൊടുക്കാം. ഈ ഒരു ഡ്രിങ്ക് ശരിക്കും കട്ടിയിൽ തന്നെ ആട്ടോ കുടിക്കാറ്. നോമ്പിൻ്റെ ക്ഷീണവും വിശപ്പും ദാഹവും ഒക്കെ മാറാൻ ഈ ഒരു ഡ്രിങ്ക് തന്നെ മതി. ഇനി ഒരു ചെറീസ് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയോട് കൂടെ ഷെയർ ചെയ്യാനും മറക്കരുത്.